വ്ളോഗ് എത്ര മിനിറ്റ് ഉണ്ട് ഞങ്ങൾക്കറിയില്ല. ഏകദേശം ഒരു മണിക്കൂറോ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ എന്നെ ഫുള്ളായിട്ട് കാണണം ഞാൻ പറയുന്നില്ല. കാരണം കാണണ്ട, ഞങ്ങളെ കുറച്ച് പിരാന്തം കളിയെല്ലാം ഉണ്ടാവും. അപ്പൊ സോ നമ്മുടെ അസ്കുച്ച ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അസ്കുച്ച പോകുന്നത്? ഇത് വ്ളോഗാ കട്ടാക്കോ? കട്ടാക്കാത്ത വ്ളോഗ്. അന്ന് ഗ്രോപ്പ് എടുത്ത സമയത്ത് ഞാൻ ഒരു കഥ പറയാം. അന്ന് ഗ്രോപ്പ് എടുത്ത സമയത്ത് സാത്ത് ബെക്കലില്ല കയ്യിലെന്നെ ഇങ്ങനെ ആ വീട്ടിൽ എടുത്തു ധൈര്യം ഞാൻ കാണുമ്പോ ഗോപ്ര താഴെ വെക്കുന്നില്ല. വീഡിയോ ഉണ്ടോ? അത് ഇത് അൽത്താഫിന് കട്ടാക്കോ? നീ അൽത്താഫിനല്ലത് കട്ടാക്കല. ഞങ്ങളെ വീഡിയോ ഞങ്ങളെ ബ്ലോഗില്ലേ, എന്റെ ബ്ലോഗില്ലേ 1 മണിക്കൂറല്ല, അതാണ് ഞാൻ ഇടാത്തത്. മനുഷ്യന്മാർ തയ്ക്കോ ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇടല സ്വിച്ചല്ല വേറെ സിസ്റ്റം അതേമാതിരി. So we are going to Onikottaliya. Yes. Next task എന്തെങ്കിലും കൊടുക്കാം. ഇത് വ്ളോഗ് കിട്ടാൻ കഴിയും. അൽത്താഫിന്റെ കട്ടാക്കാൻ എല്ലാ ക്ലാസ് പറയാന്റെ തള്ളിൽ തുടങ്ങിയിരിക്കുകയാണ്. അൽത്താഫിനെയും കൊണ്ട് ഗോൾഡ് സൂക്കാണ് പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ സാറേ. ഇത് സാത്തിന്റെ ആദ്യത്തെ ബ്ലോഗാണ്. ആദ്യത്തല്ല, അവസാനത്തെ ബ്ലോഗാണ്. ആദ്യത്തെയും അവസാനത്തെയും അല്ല നേരെ ഇടുന്ന നീ പോസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാ സാത്തിന്റെ ആദ്യത്തെ ഒരു ബ്ലോഗാണ്. അപ്പൊ ഈ പേജിന്റെ പേര് എന്താണ് അത് പറയൂ? ലൂക്ക വേൾഡ്, ലൂക്ക വ്ളോഗ്സ്. അപ്പോൾ ലൂക്ക വ്ളോഗ്സ് മുമ്പ് ഒരു പേജ് ഉണ്ടായി, പക്ഷെ അത് അടിച്ചുപോയി ഗൈസ്. ഇതിപ്പോ പുതിയത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതിൽ അൺസബ്സ്ക്രൈബ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ റിപ്പോർട്ട് അടിക്കുക. അത് മെയിൻ സബ്സ്ക്രൈബ് മാത്രമേ ചെയ്യുക. ബെൽ ബട്ടൺ കിണികിണിയായിട്ട് അമർത്തി പൊട്ടിക്കാം. അപ്പൊ ഇത് ചെറിയ ബ്ലോഗ് ഒന്നുമല്ല, എന്നെ പോലെ ചെറിയ ബ്ലോഗ് ഒന്നുമല്ല, വലിയ ബ്ലോഗാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ ബ്ലോഗാണ്. അല്ലെ 3 മണിക്കൂർ എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് നോക്കണ്ട, സാത്തെടുക്കും. അത് നീ റെക്കോർഡ് പൊട്ടിക്കണം. ഓക്കെ, ടൂണ് BGM അതൊന്നുമില്ല. അപ്പൊ കോപ്പിറൈറ്റ് വരാൻ സാധ്യത പോലും ഇല്ല ഗൈസ്. അപ്പൊ ഒരു പേടിയും ഇല്ല. അപ്പൊ നമ്മള് നീ ഇത് ബ്ലോഗ് എടുക്കുന്ന നാട്ടി നല്ലത് ഇതാക്കട. അതിന്റെ പേരെന്ത്? ഈ നമ്മളെ തൊപ്പിയാക്കല ലൈവ് സ്ട്രീമിംഗ്. യെസ്, സ്ട്രീമിങ്ങില് ചെറിയ പൈസ ഒന്നുമല്ല, നല്ല പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നോക്കുമ്പോ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് സാത്ത്. അപ്പൊ ഇതിന് നമുക്ക് ക്രോപ്പത്തി ആണെങ്കിൽ എന്താക്കണം? സ്ട്രീമിംഗ് കറോർപത്തി. എഡിറ്റില്ല, ഒന്നുമില്ല. എഡിറ്റില്ല, കട്ടയാണ്. അത് കട്ടയാണ്. പ്ലീസ് കട്ടയാണ്, പ്ലീസ്. നാച്ചുറൽ വീഡിയോ ആണ്. അപ്പൊ എന്തായാലും ട്രസ്റ്റഡ് പേജ് ആണ്, ജെന്യൂൻ ആണ്. സൂപ്പിയിലൂടെ കളിക്കൂ, വിജയിക്കൂ. അവരെ പൈസ കിട്ടുന്നത് നീ കളിച്ചിട്ടല്ലേ എടുക്കുന്നത് പോയിക്കുന്നത്? ഞാൻ കളിച്ചിട്ടല്ലേ വരുത്തപ്പോഴും. അതില് ഡബിൾ മീനിങ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇല്ലേ, ഇപ്പൊ നമ്മ പോകുന്നത് ഗോൾഡ് സൂക്ക് കറാമാണ് അല്ലെ? അപ്പൊ ഓക്കെ, നമ്മ ഇപ്പൊ പോകുന്നത് ഗോൾഡ് സൂക്കാണ്. അവിടെ കൊറേ ഗോൾഡ് എന്ത് സംഭവമുള്ള പൊന്നാണുള്ളത്. പൊന്നിന്റെ രാജ്യം പറയുന്നത് ഗോൾഡ് സൂക്കാണല്ലേ? ഓക്കെ, ഇങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്യണം കേട്ടോ. ഇല്ല, ഒന്നും കട്ടാക്കില്ല. സംഭവമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മാല ഗോൾഡ് സൂക്കിലുണ്ട്. അത് ഞാൻ കാണിക്കാം. ലോകത്തിലല്ല, ഇങ്ങനെ തല മുതൽ താഴെയുള്ള മാല. എടുക്കുന്നില്ല ആ മാല. ലോകത്തിലെ ഏറ്റവും വലിയ മാല എടുക്കാൻ ഫൈനലി പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് വരുന്ന പ്രൊപ്പോസലിലെ ടീച്ചർമാര്, ഡോക്ടർമാര്, ലോയർമാര്. ഹൗസ് വൈഫ് വരുന്നില്ല. ഹൗസ് വൈഫാണ് ഇവന് വേണ്ടത്.
പണിക്ക് പോകുന്ന പെണ്ണാണ് ഗൈസ് എന്തായാലും. ഓക്കെ പറയാൻ വീട്ടിൽ മിണ്ടാതിരിക്കാനാണ് അല്ല? റൈറ്റ് അല്ല? റൈറ്റ്. പണിക്ക് പോകണം, ഫുഡ് ആക്കിട്ട് കൊടുക്കും. അപ്പൊ ഇപ്പൊ നമ്മളുള്ളതാണ് ഇപ്പൊ ഉള്ളത് ഏതിരാ? നിന്നെ കാണിച്ചോളണം. നിന്നെ കാണിക്കാത്ത സാധത്തിനെ കാട്ടിക്കാത്ത ബ്ലോഗാണ് ഇത്. എന്ത് ബ്ലോഗ് സാധത്തിന്റെ ബ്ലോഗാണ്. ലാസ്റ്റ് ആയിട്ടാണ് കാട്ടിക്കാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കണ്ടെങ്കിലേ നമുക്ക് സാധത്തിനെ കാണാൻ പറ്റും. ഓക്കെ, ആരും സ്കിപ്പ് ചെയ്യാതെ നോക്കാം. ലാസ്റ്റിലേക്ക് സ്കിപ്പ് ആക്കിയെങ്കിൽ അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റൂല. അപ്പൊ അസ്കു ഒരു ഡാഡി ആവാൻ പോവുകയാണ് ഏതാനും മാസങ്ങൾക്കകം, അല്ല ദിവസങ്ങൾക്കകം. ഈ വ്ലോഗിൽ ഡാഡി ഗിരിജ. ഇപ്പൊ ഇതിന്റെ കാറ്റിന്റെ സൗണ്ട് അടിക്കാലല്ലേ? ഇത് ഗോപ്രോ ആണ് ഗൈസ്. ഗോപ്രോ ചെറിയ ഗോപ്രോ ഒന്നുമല്ല, നല്ല പൈസ ഉള്ള ഗോപ്രോ ആണ്. സാധത്തിന്റെ ഗോപ്രോ ആണ്. അതുകൊണ്ടാണ് വ്ലോഗ് ഇടാൻ കാരണം. ഇപ്പൊ ചെയ്ത ബ്ലോഗ് ഇടണ വേണ്ടേ? ബ്ലോഗ് ഇടുന്നുണ്ട്, ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ബ്ലോഗ് ഇടാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. ഓക്കെ, സോറി. നമ്മൾ ഈ ക്യാമറന്റെ മുമ്പിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നിക്കല്. അപ്പൊ അതുകൊണ്ട് അതെ അതെ അതെ. പച്ച ലൈറ്റ് കത്തിക്കാനല്ലേ, ചുവന്ന ലൈറ്റ് കത്തിക്കാൻ. We are in Raptor with the Spalmer. Spalmer ആണ് നമ്മുടെ ഡ്രൈവർ. സ്പൾബറിന്റെ വീട് എവിടെ ചോദിച്ചപ്പോൾ ഇതുവരെ നമ്മളെ ഡ്രൈവർ സ്പൾബർ ആണ്. പിന്നെ വീട് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ആ മലയുടെ മുകളിലേക്കാണ് കൈ കാണിച്ചത്. അങ്ങനെയല്ല, ചൂണ്ടി കാണിച്ചു. ഇവിടെ മല എവിടെ? ഞങ്ങളുടെ ഈ ട്രിപ്പ് കഴിയുന്നതിന് മുമ്പ് വീട്ടിലേക്കെല്ലാം കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. കരിയാണോ? ഇതാണ് അൽത്താഫിന്റെ നമ്മള് സ്റ്റേ ആണ്. അപ്പൊ സന്തോഷമുണ്ട്. ആരും വരാതിരിക്കാം. ഓക്കെ, റൂം നമ്പർ പറയൂല. റൂം നമ്പർ റൂം നമ്പർ 34 ആണ്. പ്രൊമോഷൻസ് ഒക്കെ ദുബായിൽ നിങ്ങൾ എടുക്കുന്നുണ്ടോ? പ്രൊമോഷന് സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ എടുക്കുന്നുണ്ട്, പക്ഷേ ആരും തരുന്നില്ല. അതാണ് സംഭവം. എത്രയാണ് നിങ്ങളെ ചാർജ്? എത്രയാണ് ചാർജോ? ചാർജ് എത്രയാണ്? ഫർഹാന്റെ മാനേജറാണ്. അഫോർഡബിൾ പ്രൈസിലാണ്. എന്റെ മാനേജറാണ്. അപ്പൊ മെയിൻ ആയിട്ട് പറയേണ്ടത് മാനേജർ. എന്തുണ്ടെങ്കിലും ഫർഹാന് കോൾ ആക്കിയാൽ മതി. ഞാൻ ഇതിന്റെ താഴെ നമ്പർ കൊടുക്കാം. അപ്പൊ എല്ലാവരും മെയിൻ ആയിട്ട് 18 വയസ്സ് ആ ടൈമിന് അത്ര ഉണ്ട കുട്ടികളാണ് കോൾ ആക്കുന്നത്. എന്തിന് പെണ്ണോക്കുന്ന എന്തിന് പ്രൊമോഷൻ? ഒരു പെണ്ണിന് ആവശ്യമുണ്ട്, നല്ല ബ്ലോഗിംഗ് നിങ്ങൾക്ക് ബ്ലോഗ് ആക്കുന്ന പെണ്ണ് വേണോ? ബ്ലോഗ് ആക്കുന്ന പെണ്ണ? ബ്ലോഗ് ആക്കുന്ന പെണ്ണല്ല, നല്ല കുറച്ച് നല്ലൊരു ഫുഡ് ആക്കുന്ന, നല്ല ഒരു പണിക്ക് പോണം. അല്ല, ഓന് പൊരലിരിക്കണം. അതായത് നല്ല പണിയെല്ലാം എടുക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ പൈസ ഉണ്ടാക്കുന്ന കുട്ടിയാണ്. അത്യാവശ്യം മാഗിയോ അല്ല നൂഡിൽസോ എന്തെങ്കിലും ഞമ്മയുടെ മുണ്ടിക്കൊണ്ടല്ലേ ഒരാൾ ദുബൈനെ ആസ്വദിച്ചോണ്ട്. അതാണ് ഷംന. ഷംന 07. ഞാൻ ചോദിക്കുന്നത് 07 ആരാണ്? അതാണ് ഉത്തരം പറയേണ്ടത്. 07 ആരാണ്? 07 ഉണ്ട്. ജെയിംസ് ബോണ്ട് അല്ല, പിന്നെ ഈ ഫൈസു 07 ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിന്ന് മുളച്ചതാണ് 07. സത്യം പറഞ്ഞെങ്കിൽ ജെയിംസ് ബോണ്ടിന്റെ 07 ഉണ്ട്. അല്ലല്ല, അല്ലല്ല, അങ്ങനെയുണ്ട്. ഫാമിലി ജെയിംസ് ബോണ്ടിന്റെ എന്തോ ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. നാളെ ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണ് സത്യം പറഞ്ഞത്. എന്റെ പോയിട്ട് എല്ലാ തമാശയായിട്ട് പറയുന്നത് ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേതല്ല തമാശ. നിങ്ങൾക്ക് എന്ത് കാണേണ്ടി? ബുർജ് ഖലീഫ. ഇതാണ് ബുർജ് ഖലീഫ ഗൈസ്. ഞാൻ ബോട്ടിലെത്തിയത് പേര് കേട്ടിന്.
ഗേറ്റ് കണ്ട് കഴിഞ്ഞിട്ട് നാലാമത്തെ ഷോപ്പിൽ ഇത് സ്റ്റേഡിയേ നോക്കിയാൽ അത് സ്റ്റേഡിയേ ഇവിടെ ദുബൈ സ്റ്റേഡിയം ഉണ്ടല്ലോ ഭയങ്കര ഉത്സാഹം എന്ത് അല്ല പറഞ്ഞത് കളിക്കുന്ന മാത്രല്ല ഫുട്ബോൾ ക്രിക്കറ്റാ ഫുട്ബോള് ഇതാണ് എയർപോർട്ട് ഇതാണ് ദുബായ് എയർപോർട്ട് എയർപോർട്ട് നമ്പർ 3 അതിലൊക്കെ ചാർജ് ഓടിക്കുന്നതാ അത് കുച്ചെന്തോ ചിന്തിക്കുകയാണ്. പാർക്കാകും ചിന്തിക്കുന്നല്ലോ അടിയിൽ പോലെ മറ്റേ 5 രൂപൻ്റെ അമറിന്റെ വണ്ടിയല്ല അമർ വണ്ടി ഇറക്കിയ ഹാമറിന്റെ വണ്ടി പുതിയ വണ്ടി ഇപ്പൊ ചങ്കന്റെ അനിയന് ഹാമറിന്റെ വണ്ടി വരാൻ തുടങ്ങി ചങ്കന് ഹാമർ വണ്ടി ഉണ്ടതാ. സൂമിങ്ങിന്റെ ഓപ്ഷൻ ഇല്ല, അതിനെ ഞാൻ കാണിച്ചത്. ചുവറിലോട്ട് എന്ത് ചവറിലൈറ്റ് ഉണ്ടായി 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 സുണ്ണി നിസ്സു സുണ്ണി സുണ്ണി നദി ഹൈക്രൂ ഇല്ലടാ ഹൈക്രൂ ടാക്സി ഒന്നും ഇല്ല സംഭവമില്ല ബസ് 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 രണ്ടാം തട്ടി ബസ് എല്ലാം ഉണ്ടാവും ഇവിടെ രണ്ടാം തട്ടി മൂന്നാം തട്ടി ഇല്ല ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ടോ? അതാണ് എമിറേറ്റ്സ്. ബസ്സിൽ ആരും ഇല്ല ബസ്സിൽ ട്രാഫിക്കാണ് പൈസ ഒന്നും കൊടുക്കണ്ട. എനിക്ക് സ്റ്റോറി അറിയാം. എനിക്ക് ക്ലബ് ടവറിന്റെ ഒമേഗ റോളക്സ് അല്ലത്. റോളക്സ് എല്ലാം ഇവിടെ പോയാ മാറ്റിയാ അതല്ല ഇതിന് സമ സ്റ്റോറി എന്തോ സ്റ്റോറി ഉണ്ടല്ലോ. രാജാവിന് കൊടുത്ത ക്ലോക്കാ ഇതാ. രാജാവിന് കൊടുത്ത ക്ലോക്ക് നീ എന്ത് കൊടുത്തു ഷംനക്ക്? ചെല്ല് എന്ത് കൊടുത്തു ഷംനക്ക്? ഇപ്പൊ സൂക്കിലേക്ക് വന്നോളൂ. ലോകത്തിലെ ഏറ്റവും വലിയ പൊന്നുണ്ട്, അത് കൊടുക്കോ നീ? സൂക്കില് ഫറാന് മാത്രം വെളുത്തിരി കാണുന്നില്ല. എന്തിനാ അങ്ങനെ നീ കറുത്തിന്? അതല്ലേ സംഭവം. നീ ഫറാന്റെ ഇത് ചോദിച്ചത് നീ കാശ്മീരിയാന്നിട്ട്. കശ്മീർ ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറഞ്ഞാ ഓന്റെ ഒരു തലക്കെട്ടില്ലേ, അത് ആ ഒരു ഫീല് തോന്നി എനിക്ക് കശ്മീർ. പിന്നെ ഞാനവിടെ ഒരു ബായി ഉണ്ടായി ഇങ്ങനെ മറ്റേ വണ്ടി ഓട്ടുന്ന ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഷംന ഷബീർ ഭായി സെയിം ഷബീർ ഭായി കണ്ടത്. ഷബീർ ഭായി ഇതേപോലെ ഉള്ളത്, പക്ഷെ ഷബീർ ഭായി കുറച്ച് വൃത്തിയുണ്ട്. അല്ലടാ തമാസയൊക്കെ എല്ലാ രണ്ടാളും വൃത്തിയുണ്ട്. പക്ഷെ എന്താ പറഞ്ഞാ ഈ ഫറാൻ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറഞ്ഞാ സത്യം പറഞ്ഞാൽ ഫറാൻ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഫറാന്റെ ആറ്റിറ്റ്യൂഡാണ്. ചില സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ലേ, ഭയങ്കര ലുക്ക് എന്ന് പറഞ്ഞാൽ ഫറാന്റെ എന്ത് മെയിൻ ആയിട്ട് അല്ലല്ല ചെയ്യുന്നല്ല സംഭവം. ഈ ചിരിയാണ് ഒരു ചിരിച്ച അതാ ഈ ചിരിയാണതാ, ആ ഒരു ചിരിയാണ്. പല്ല് 32 കാട്ടിക്കാത്ത ചിരി ഉണ്ടെങ്കിൽ ഫറാന്റെ എന്തൊരു കാണിച്ചൊന്ന ചിരി. അല്ല ഇതെന്തായാലും ബ്ലോഗ് ഇടാലാന്ന് തോന്നുന്നു. പേജ് ഇല്ലാത്ത എങ്ങനെ പോയി ബ്ലോഗ് ഇടുന്നത്? പേജ് 24 പേജ് ഉണ്ട്. എത്ര kg? അല്ല എത്ര സബ്സ്ക്രൈബ് ഉണ്ടാ? ലൂക്കാന്റെ സബ്സ്ക്രൈബ് 100 സംതിങ് ഇല്ലേ? മില്യൺ ഉണ്ടല്ലോ എന്റെ മൊബൈൽ. മില്യനാ? അല്ല ഞാൻ നെറ്റില്ല സാധനത്തിന്റെ നെറ്റില്ല. എന്റെ നെറ്റില്ല. നെറ്റ് ഉണ്ട്. അപ്പൊ കാണിച്ചു എന്റെ തീർന്നിട്ടുണ്ടാവും. എന്താണ് പറയാനുള്ളത്? അതിന്റെ അകത്തോട്ട് ക്യാമറ വരുമായിരുന്നെങ്കിൽ ആ പെർഫെക്ഷൻ കിട്ടുമായിരുന്നു. നമ്മളെന്ത് കാണുന്ന ബാറ്ററി ഇല്ല. അങ്ങനെ ചാർജ് ഇല്ലാത്ത കൊണ്ടാ ബാറ്ററി പീങ്ങിനാ
സൂക്കിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തോ. മുലാമുണ്ട് വേണം. സ്റ്റാർട്ട് ആയിട്ട് ഗൈസ് ഇതാണ് നൈഫ് പോലീസ് സ്റ്റേഷൻ മഷാബ. ഇത് കാട്ടിക്കണ്ട പയ്യന്. എല്ലാം ഇറക്കിയിട്ടുണ്ട് ഇടക്ക്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പോകുന്നത് സൂക്കാണ്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലല്ലോ, 8 നിലയിലാണ്, 8ാം നിലയിലാണുള്ളത്. എപ്പോ പൊട്ടൂന്നറിയില്ല. സാധനങ്ങൾ അമ്മാലി ഉരുട്ടിക്കൊണ്ടുവരും. അപ്പോ എന്റെ ബ്ലോഗ് ഇന്നത്തോടെ അവസാനിക്കുന്നു. ഇനി സാത്തിന്റെ ബ്ലോഗിലാണ് ഞാൻ ഉണ്ടാവും. വാ ലോക്കാക്ക്. ഞാൻ പറഞ്ഞിട്ടാകും വേണ്ട ഈ ബ്ലോഗിൽ കാണുന്ന പ്രേക്ഷകരോട്, അവൻ്റെ ബ്ലോഗ് ഇത് ആദ്യത്തെ ബ്ലോഗും അവസാനത്തെ ബ്ലോഗായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടാ വേണ്ട. ഓക്കെ എടുക്കോ? കേടാന്നല്ലേ നിനക്ക്? അല്ല നിനക്ക് കേടാന്ന് പോണേ. കേടാന്നരാ. അല്ലല്ല, നീ കൈ മോനെ നീ ഇപ്പൊ എത്ര ഫോളോവേഴ്സ് എത്ര ഉള്ള 0 ഫോളോവേഴ്സ് സാധനം തുടങ്ങുന്നു. ഓക്കെ 0 ഫോളോവേഴ്സ് പറയുന്ന എന്തു വേണ്ട 1000 ഫോളോവേഴ്സ് ആവടത്തോളം നിന്നെങ്കിൽ ഞാൻ സാധത്തിന്റെ നമിക്കും. 1000 ഒരു വീഡിയോ ഇട്ടു. ഓക്കെ ലിഫ്റ്റ് ഒന്ന്. എന്താണോ സാത്ത ഇത് ഞമ്മ ആരോടുള്ള ചൊടി തീർക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞമ്മ ഇത് ബ്ലോഗ് ഇടലാന്നല്ലോ. കിട്ടും എന്തായിട്ടും ഇത് പോയി വണ്ടിയിലല്ല. സോ നമ്മ ഇപ്പോൾ ഉള്ളത് ഗോൾഡ് സൂക്കല്ല ഇത്, നൈഫ് സൂക്ക്. നൈഫ് സൂക്ക് അതിലെ ഭയങ്കര നൈഫ് സൂക്ക്. ഓക്കെ ഓക്കെ ഇതാണ് നൈഫ് അല്ല, ഇതാണ് നൈഫ്. സോ നമ്മുടെ ഈ ഫർഹാനിത അടുത്തേക്ക് അസ്കുച്ചുണ്ട് അസ്കുച്ച എടുക്കുന്നു കറക്റ്റ് ഇല്ല എടുക്കുന്നു. So where are you going? This is the updated abaya from Dubai. Zarabaya. അന്നത്തെ വല്ല Chicken. വൈബ് ഉണ്ട് എന്തായാലും. ഇങ്ങനെ വൈബ് ഉണ്ട് ഫോണിൽ പിടിക്കുന്ന നല്ലത്. ഓക്കെ ഓക്കെ സാധനത്ത് ഫുള്ള് കമ്പാക്ക് അടിക്കുന്നു. കാറും പോകുന്ന കാറെല്ലാം ഇങ്ങനെ 1 മണിക്കൂറാക്കുന്നല്ലോ വ്ളോഗ്. എന്നിട്ട് ഇങ്ങനെല്ലാം പോകുന്ന വണ്ടിയെല്ലാം എടുത്തിട്ട് 1 മണിക്കൂറാക്കിയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരെല്ലാം എടുക്കല്ല. അൽത്താഫിന്റെ ഒരു മിസ് ആയിട്ടുണ്ട് ഗൈസ്. അൽത്താഫിനെ കാണുന്നില്ല ഗൈസ്. അൽത്താഫിന്റെ ഫാനിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അൽത്താഫ് ഫാൻസ് അസോസിയേഷൻ ഇൻ ദുബായ്. അൽത്താഫിന്റെ ആരത്? അൽത്താഫിന്റെ ഫാൻസിന് കിട്ടിയ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. ഒരു സെൽഫിക്ക തുറക്കണ്ടടാ. ഈ ബ്ലോഗ് തുടങ്ങിയെങ്കിൽ ഈ ബ്ലോഗ് തുടങ്ങിയെങ്കിൽ ഇത് എഡിറ്റ് ആക്കുന്നവരാണ്. അത് ഞാൻ ചോദിക്കുന്നത്. റോ ഇടുന്ന ഞാന് റോ ഇങ്ങനെ റോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഇല്ല. ഇപ്പൊ ഇതിനെ നമുക്ക് അങ്ങനല്ല, ഇതിപ്പോ കട്ടാക്കും പോലെ ജോയിൻ ആവും. ഇത് ഇല്ല ഇപ്പൊ കട്ടാക്കുന്നത് മനസ്സിലായിട്ടാ ഓഫ് ആക്കുന്നപ്പോ ജോയിൻ ആക്കി കൊണ്ടുപോവാ. ജോയിൻ ആകുന്നുണ്ട്. അതന്നെ എഡിറ്റ് ആക്കണ്ടേ. ഇൻഷോട്ടിൽ ആഡ് കൊണ്ടുപോകുന്ന ഞാൻ എന്നിട്ട് സേവ് ആക്കി കട്ടില്ലാത്ത വീഡിയോ. ഓഡിയോ ഇതൊന്നും ഇല്ല. ഓഡിയോ എല്ലാം ഉണ്ട്. അല്ല ഓഡിയോ അല്ല, സോറി, BGM എന്തില്ല, അങ്ങനത്തെ ഒന്നില്ല. ഇങ്ങനെ മൊബൈലില് BGM നീ ഇടല ടോൺ 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 ടോൺ. BGM ഇടാ, പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് BGM ഇടാറില്ല. നല്ല സ്പെക്സ് കാണുന്നുണ്ട്. വേറെ മാർക്കറ്റിൽ നിന്ന് അൽത്താഫ് സ്പെക്സ് എടുക്കുകയാണ്. പോലീസാണ്, പോലീസ്, ഹെലികോപ്റ്റർ പോലീസ് ഉണ്ട്. ബാബാ ഗോൾഡ് സൂപ്പർ ലേറ്റ് ആയി. ലിക്വിഡ് ആയിരുന്നില്ലേ ബകാല് വെള്ളം അൽത്തോ ലേ വരല്ലേ ഓൻ തൂങ്ങാൻ തുടങ്ങി.
तुम मुझसे प्यार करती हो नहीं करती हो जल्दी बोलो അത് भाईजान किससे बात कर रहे हैं भाईजान? ആരോ കൈ കട്ടിയോ അങ്ങോട്ടൊന്ന് സാത്തിങ്ങനെ പിടിച്ചിട്ടുണ്ടേ ഗോപ്രോനെ ആരോ കൈ കട്ടിയാ കാണുന്നില്ല ഇത് നിങ്ങൾ ഫേമസ് ആണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടേല് കമഴ്ത്തി മറിച്ച് വെട്ടി വന്നു താഴെ വെക്കുന്നില്ല ഒരു മണിക്കൂറില്ല ഒന്ന് ഈ വ്ളോഗ് ഇടണോ ഇത് വീടാണോ? ജി എം സി ഇടാ ഇത് ജി എം സി ഇതാടെ ജി എം സി ഇപ്പൊ എന്തിനാ ഇങ്ങനെ മറ്റേ ഈ അത്ഭുത ദ്വീപിൽ 3 ലാസ്റ്റ് കള്ളന്മാർ വരുന്നില്ല 5 അതേ അവസ്ഥ ഇനിയിപ്പോ ഇതില് കാണുമ്പോ അത്ഭുത ദ്വീപില്ലേ കള്ളന്മാർ എനിക്കില്ലേ ഈ നെറ്റ് ടാക്കിങ് ഇല്ലേ ഏത് ലെവലിലെത്തുന്നറിയോ? അല്ല ഈ ഞാൻ ചെല്ലട്ടാ സാദത്തിന്റെ ബ്ലോഗിലായിട്ടുണ്ടാവും നേരെ ഉള്ളവരുടെ സ്വഭാവം അറിയുന്നത് കട്ടാക്കാത്ത പക്ഷെ ഞങ്ങൾ പാവ ഷംനന്റെ റിയൽ ക്യാരക്ടർ സംസാരിക്കില്ല കുറവ് ഇൻട്രോവേർട്ട് സംസാരിക്കുന്നത് എന്റെ റീൽ നോക്കിയാൽ മതി ഇന്നത്തെ സെയിം ക്യാരക്ടർ കുട്ടി സംസാരിക്കല് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഇൻട്രോവേർട്ട് ആണോ? അതെ അതിന്റെ ബാക്കി സാധനം നമ്മ റൂമിൽ നിന്നാണ് ഇതിന്റെ അടുത്തോണ്ട് റൂമിലേക്ക് റൂമിലേക്ക് കൊണ്ട് അതിന്റെ ബാക്കി സാധനം പണിയെടുത്ത് നോക്കണ്ട നാളെ കേസ് കൊടുത്തത് പോയി പിന്നെ ആൾക്കാർ ഞാൻ വരേണ്ടത് ആ മേഖല ഗോൾഡൻ ഗോൾഡ് ടൈപ്പ് ചായ എൻ്റെ മോന ഒരു മയം കൂടി വന്നില്ലെങ്കിലേ അന്തസ് ചായ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലുണ്ടാവും കേട്ടോ. ഇന്നത്തെ ബ്ലോഗിൽ ഒരു സംഗതി ആയിരുന്നു അസ്കു ചെല്ലി എന്നോട് മായ പേരില്ല അല്ല മായ പേരും ഞാൻ ചെല്ലി മായ പേരില്ല നമ്മ നോക്കി ദുബൈയിൽ അങ്ങനെ മായ പേര് ഞങ്ങൾക്ക് കണ്ടിട്ട പിന്നെ ഖത്തറത്തെ വിഷയം ഞാൻ പറയുന്നില്ല പറയുന്നില്ല പക്ഷേ പറഞ്ഞ പാടന്നെ മായ വന്നടാ മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഞാൻ പറയുന്നല്ല അസ്കുവിന്റെ ബർക്കത്ത് എറിഞ്ഞത് കപ്പാണ് ഞാൻ വിചാരിക്കുന്നു ഈ ബ്ലോഗിൽ ഞാൻ എന്നെ പയ്യ കാണാനല്ല അല്ല സംഭവം ഞാൻ ചോദിക്കുന്നത് ബ്ലോഗ് ഇടും ഞമ്മ ഇത്ര വെറുതെ ബായിട്ടിട്ട് ചളുക്കുന്നതിന് എന്തെങ്കിലും നടന്നില്ല മതിയല്ല. ഒരു വ്ളോഗ് 4 മിനിറ്റ് അല്ലേ ഈ വ്ളോഗ് ഈ ഒരു കട്ടൻ 2.5 മിനിറ്റ് ആയി ഈ ഒരു അപ്പൊ എത്ര മിനിറ്റ് അരമണിക്കൂറുണ്ടാവും 2 മണിക്കൂർ ഫിലിം ആക്കുവാനോ. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഫുള്ളായിട്ട് കാണും അല്ലേ? സാദത്തിനെ സബ്സ്ക്രൈബ് ആക്കും हिंदी में बात कर हिंदी में ओके हिंदी भाई सब्सक्राइब करो। अस्सलाम वालेकुम। वालेकुम सलाम। आज रमजान है आज नहीं 1 महीने का एक महीना नहीं हाँ 15 दिन हो गया। क्या भाई तुम बात कर रहा है ना मैं ओके सब लोग है ना सपोर्ट करने का और करने का करना है सूप। अरे ये भाई क्या है यार ये रम्मी क्या है ना जंगल रमी ये रमी खेल रहे हैं रात में है ना रमी डेली खेल रहा है ना रात में रमी खेल रहे हैं रमी सर्कल पैसा बहुत बना रहे हैं तो दुबई में बहुत पैसा बना रहे हैं पैसा उतरा കുറേ ഷോപ്പല്ലേ ബന്ധാക്കിയാവല്ലേ? ഇതാണ് ഗോൾഡ് സൂക്ക്. ഓക്കെ മാഷാഅല്ലാ ഇതാണ് ഗോൾഡ് സൂക്ക്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? പറയണേ ഗോൾഡ് സൂക്കിനെ പറ്റി. സ്വർണത്തിന്റെ ഒരു വിപണി എന്ത് പറഞ്ഞു നേരത്തെ ഗൈഡ് ഗൈഡ് പറയും മറ്റേ സ്പൽബർഗ് അത് കണ്ടോ? ഏതാണ് സാർ? ഇവിടെ വാ ഇവിടെ വാ ഷംനക്ക് പൊന്നു വേണോ?
പൊന്നു കാണാം അൽത്താഫ് ഇപ്പൊ എടുത്തിട്ട് കൊടുക്കുന്നു. ഞാനിരുന്ന് ബോധം കിടന്നുണ്ട്. അപ്പൊ നീ എന്നെ കൊണ്ടുപോകണം. ആക്ടിങ് ഗൈഡ് ഗൈഡ് അമ്മയുടെ വന്നിട്ടില്ലേ? സോ ഓക്കെ, ഇവിടെ സ്വർണത്തിന്റെ വിപരീത ശാഖരയാണ്. ചാകര ഗേറ്റ് ഓണിലേക്കല്ല പോകുന്ന കേക്കല്ല, ഗേറ്റ് ഓണാടെ ഓണിലേക്കാണ് അവർക്ക് പോകേണ്ടത്. വലിയ സാധനല്ലേ? ഒരു ബ്ലോഗ് ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബ്ലോഗും ആടെ പൊന്നില്ല, ഇടയിലുള്ള പൊന്നെ ഇതൂടെ വീട് നോക്കുവാ. വീടെല്ലാം എടുക്കാം. വീട് വീട്ടിൽ സണ്ണ വീട്ടുകാരിയാണ് കറി. ഈ ഡ്രസ് വേണോ? ഭയങ്കര സാധനമാണ്. നോക്കാം എന്താ ഇത് ഗോൾഡൻ ആണോ ചോദിക്കുന്നത്? നല്ല ഇത് സംഭവം ഇവിടെ നോക്കല്ല. തട്ടം, ഷോൾ, ഗോൾഡിന്റെ ഷോൾ. ഏത് പറവിയോ? ഏതില്ല, ഏത് വേണം? ഏത് വേണം? എത്ര ഉണ്ടാവും ഇത്? കുറച്ച് രണ്ട് വേണം. 200 വേണം എനിക്ക്. എന്റെ മോനെ ഇത് നിന്റെ ഊറ് എന്താക്കി? ഇത് എടുക്കണ്ട, ഇത് എടുക്കണം, നമുക്കത് എടുക്കണം. എപ്പോ ഇൻഷാല്ല എന്റെ കണ്ണ് വരെ ഇത് പോയി. അപ്പൊ പെണ്ണുങ്ങൾ ഇവിടെ വന്നെങ്കിൽ എനിക്ക് തോന്നുന്ന ഇവിടെ നിന്ന് പോവാല്ല. ഇവിടെ തന്നെ കാരണം ഗോൾഡിന്റെ ഡ്രസ്, ഗോൾഡിന്റെ ഡ്രസ് അല്ലേ ഉണ്ട്. മാസ്ക് വരെ ഉണ്ട് കേട്ടോ. ഇതാ മാസ്ക് വരെ ഉണ്ട്. പിന്നെ പാവാട വരെ ഉണ്ട്. പോയി വാ. നെറ്റിപ്പട്ടം എന്ത് കുതിര? നോ, ഫാൻസ്. ഫുള്ള് ഫാൻസ്. ഇതാണ് അൽത്താഫിന്റെ ഫാൻസ്. അൽത്താഫ് വന്നിട്ട് ഗോൾഡ് ഷട്ടറിട്ട് ബന്ധാക്കി ഷോപ്പല്ല. ഇതെന്താ യൂല? ഇത് കോഹിനൂർ ഗോൾഡ്, ഇതോടെ കോഹിനൂർ ഡയമണ്ട്. ഗോൾഡ് റിംഗ് ഏറ്റവും വലിയ ലോകത്തിൽ. കിലോ 5 കിലോ 5 കിലോ 15 ഗ്രാം. ഇതിനെന്തുണ്ടോ സംഭവം? 5 കിലോ നാട്ടിലില്ല പൊന്നെ. പക്ഷെ ഇങ്ങനത്തെ റിംഗ് ആക്കിയിട്ട് ആരും വെച്ചില്ല. റിംഗ് അടുക്കല്ല ഇടുന്നത്. റിംഗ് എന്നുള്ള കൈക്ക് ഇടുന്നതിനല്ലേ? ഇതേ അടുക്കിടുന്നല്ലേ? മുട്ടുള്ള ട്രൗസർ ട്രൗസർ അല്ലടാ. ഇങ്ങനത്തെ റിംഗ് അവിടെ ഇത് ഇത് എന്ത് ഗിന്നസ് റെക്കോർഡ് നേരെ കിട്ടിയെന്ന് ഉറപ്പല്ല. ഗിന്നസ് റെക്കോർഡ് പേയ്മെന്റ് ഒന്നും കിട്ടുന്ന ഈ നാട്ടിൽ ബെൽറ്റ് മോതിരാക്കാൻ ഞാനും ഒരു പോണം കുറയാതിരിക്കാൻ കുത്തിയിട്ടെടുക്കുമ്പോ അതിൽ തന്നെ എല്ലിലല്ലേ എല്ലിങ്ങനെ കുറച്ചും നട്ടലിലായിട്ടല്ലേ വരക്കുന്നില്ല. സാധിക വ്ളോഗ് മുട്ടി
व्लॉग मुट्टी इसका ब्लॉग भी था ये करने का सपोर्ट करने का भाई को ज्यादा से ज्यादा शेयर करो, कमेंट करो, लाइक करो, सब्सक्राइब करो ओके थैंक यू भाई इंशाल्लाह अस्सलाम वालेकुम सपोर्ट करने के लिए ഇവൂൽ അൽത്താഫ് ഇത് അൽത്താഫ് ആളായിട്ട് ചൊരിച്ചോ ഇനി അപ്പർ സൈഡുള്ളത് ഈ സൈഡെല്ലാം അടിച്ചോണ്ട് ഷട്ടർ എത്ര നോക്കല്ല ഷട്ടറെല്ലാം അടിച്ചോണ്ടോ ലേട്ടേ രണ്ട് ഷട്ടർ അല്ലേ ഒരു ഷട്ടർ അല്ല രണ്ട് ഷട്ടർ നമ്മളടുക്ക് വന്ന നമ്മളടുക്ക് എത്തി ഇവിടെ കാണി ഇല്ല പാ ഇവിടെ ഇതേത് കേട്ടാ പോയി എതിര് പോയി എന്ത് പറയണേ മിന്നുന്നടാ മീനെന്നാ മിന്നി ഗിന്നസ് റെക്കോർഡ് ഞാൻ പറഞ്ഞാണ് ഗിന്നസ് റെക്കോർഡ് ഞങ്ങൾക്ക് അറിയില്ല പറഞ്ഞുകൊണ്ടാണ് മീറ്റ് ഓഫീസിലുണ്ട് തായ്ക്ക് വരാം ഓഫീസിൽ മീനെന്ന് വേറെ കളർ അപ്പൊ മാഷാ അല്ലാ നിക്കൊരു ഞാൻ ക്ലോസിംഗ് അല്ല ഇത് തുടങ്ങി എത്ര സ്റ്റാർട്ട് മാഷാ അല്ലാ ഗോൾഡ് സൂക്കിൽ നിന്ന് അൽത്താഫാണ് സംസാരിക്കുന്നത് ഇതാണ് ഗിന്നസ് റെക്കോർഡ് നേടിയ മോതിരം ഇത് എടുത്തൊക്കെ ഇടുന്ന ചോദിച്ചാല് ഓക്കെ ഇതാ എല്ലാവരും ഇവിടെ ഒന്ന് ഫോട്ടോ വീഡിയോ സത്യം പറഞ്ഞാല് ഭയങ്കര സംഭവം മാറിയ ഒരു ഏരിയ ആണ് ഇത് ഗോൾഡ് സൂക്ക് ശരിയാണ് പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ സാധനത്തിന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കാണാനോ ഫ്രീ എൻട്രി ആണ് തമാശയല്ല ഇത് സീരീസിലായിട്ടാണ് പറയുന്നത് ഗിന്നസ് റെക്കോർഡ് അല്ല ഒരു ഡൗട്ട് ഇത് എവിടെ ഇടുന്നത് എവിടെയൊക്കെ ഇടുന്നില്ല പറയാം പറയാം പാടില്ല സംഭവം ഇത് ഗോൾഡ് വാട്ടർ ആണ് അപ്പൊ ഇങ്ങനെ തൊട്ടാൽ ഇതാ മഷാല്ല ഇതാ കയ്യിലിങ്ങനെ വെള്ളമാവും അല്ലേ ഇതാണ് സംഭവം എന്ത് ചളി അല്ല ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും ഇത് ഓന് ഇത്ര ചാറാണ് സ്പൈസസ് വേൾഡ് ഓഫ് സ്പൈസസ് കുറച്ച് പൊടി എറിഞ്ഞിട്ട് കളിച്ചത് ഹോളി ആക്കി ഇത് മഞ്ഞപ്പൊടി ഇത് മറ്റേ മുളക് പൊടി ഇത് മസാലപ്പൊടി കോഴിപ്പൊടി ഇത് കുരുമുളക് പൊടി ഇത് കുരുമുളകാ ഇത് കൊറിയണ്ടർ ഇതെന്ത് ഇത് കാശ്മീരി ചില്ലി ഇത് മൈദപ്പൊടി ഇത് കാപ്പിപ്പൊടി ഇത് പൂപ്പൊടി ഇതെന്ത് പൊടി ഇതെന്ത് ഇതാണ് ചിക്കു ഇതാണ് ഞാൻ തമാശല്ല സീരിയസ്ലായിട്ടാണ് പറയുന്നത് ഈനെ പറയും കോങ്കോ ഫ്ലോർ ഇത് നമ്മളെ മറ്റേ ബൊഗിരി അല്ല പൊടിമുടി തരി പോകുന്നുണ്ട് ആൾക്കാർ പറയും ഇങ്ങനെ തൊടാൻ പാടില്ല ഇതിലെ നമ്മ ചൂടിക്കട്ടെ പുളിങ്കട്ട വലിയ പുളിങ്കട്ട टच नहीं करने में बताता हूँ उनको जल्दी बोलो ये क्या है ചോക്ക് കളിയാ ഗഡ്ഡി ഗഡ്ഡി ദുബൈയിലല്ലോ മരത്തിന്റെ കണ്ട് അതാണ് ചന്ദനം ഇതല്ലേ അതെന്ത് നോക്കിയല്ല പായു तुम मुझसे प्यार करती हो नहीं करती हो जल्दी बोलो എങ്ങനെ तुम मुझसे प्यार करती हो नहीं करती जल्दी बोलो मेरे को ये बता तू मुझसे प्यार करती है नहीं करती അങ്ങനെ प्यार करती है नहीं करती चलिए मेरे को हिंदी नहीं आता है भाई ऐसी गाल है नहीं मेरे को हिंदी नहीं आता है ഫ്ലവർ അങ്ങോട്ടുണ്ട് നിങ്ങൾ കൊടുത്തിട്ട് ഒന്നുകൂടെ പ്രൊപ്പോസൽ ആക്കി അത് ഇതുണ്ട് കുങ്കുമോ തൊട കുങ്കുമോ ബ്ലോഗ് തുടങ്ങി എന്റെ ട്രീറ്റ് ഒന്നും ഇല്ല അമ്മൂസ് മൈ വൈഫ് ഈസ് കോളിംഗ് അവന്റെ ബ്ലോഗ് ഇവിടെ ബ്ലോഗ് എടുത്തോണ്ട് ഷംന പൊന്നെടുക്കുന്നതല്ലേ എടുക്കുന്ന ഷംന പൊന്നെടുക്കുന്നു ഷമന ഏത് വേണ്ടി
ഏറ്റവും ചെറുത് നോക്കിക്കൊണ്ട് ഏറ്റവും കഴിയുന്നില്ലടാ തല മുമ്പിലാണ് ഹോസ്പിറ്റലിലേക്ക് പോണോ? പോയി വെള്ളം കുടിച്ചിട്ട് ഒരു വെള്ളം തരും. അയാളിപ്പോ പ്രൊഫസറിലുണ്ടാണ് കൈക്കട്ടി പൊന്നിട്ട് കൊടുത്ത പൊന്നില്ലേ. അപ്പൊ അത് കുച്ചാ മേടക്കെത്തി നമ്മളിപ്പോൾ ഗോൾഡ് സ്റ്റോക്കിന്ന് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ എങ്ങനെ ഇന്നത്തെ ആൾത്തല്ലേ കഴിഞ്ഞതായി. ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞെങ്കിൽ ബാക്കിൽ കുട്ടി ഇന്നത്തെ വർക്ക് എങ്ങനെ? ഇന്നത്തെ വർക്കാ അല്ല ഇന്നത്തെ ഡേ എങ്ങനെ? ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞെങ്കിൽ അടിപൊളി. ഒന്നാമത് സാധത്തിന്റെ ബ്ലോഗ് കാരണം നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ടൈം പോയത് അറിഞ്ഞിട്ടാ. പോണ്ട അതിലെ പോണം പണിയുണ്ടു. ബാറ്ററി 45% ഇത് മറ്റേ കോപ്പി റൈറ്റ് പാട്ടൊക്കെ പാട്ടൊക്കെ പിന്നെ ബാക്കിയുള്ള എന്ത് പറയാനുള്ളത്? പാട്ട് വെക്കണ്ടായില്ലേ കോപ്പി റൈറ്റ്. അൽതാഫ് ഷമനിത അങ്ങനെ സത്യം പറഞ്ഞെങ്കിൽ ഗൈസ് ടയർഡായി ഫുള്ള്. അങ്ങനെ ആനിവേഴ്സറി ആണ് അൽതാഫ് ഷമനിന്റെ ബാറ്ററി ലോഡാ ആനിവേഴ്സറി. അപ്പൊ ആനിവേഴ്സറി കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് അപ്പൊ രണ്ടാമത്തെ ആനിവേഴ്സറി ബർത്ത്ഡേ ഉണ്ട് 31 ഫെബ്രുവരിയാ? മാർച്ച് 31 ഇവിടെ ഉണ്ടാവല്ലോ, ഒരു നാട്ടിലുണ്ടാവും. ഇത് ഏണ്ടെന്നില്ലെങ്കിൽ ബാക്കി ഉണ്ട്. നമ്മളെ അർസ് ബസീറിന്റെ എത്തി. അർസ് ബസീറിന്റെ ഒരു ബിരിയാണി കൊടുത്തിട്ട് ഇത് വേറെന്താ? അത് ഡിൽറ്റാക്കി അല്ല സാധ്യത നല്ല ഉച്ചക്ക് ഇയാൾ വന്നിനാ ഹോട്ടലിലേക്ക്? ആ പറയാനേ ഇന്നെന്താ പേരാത്ത ഉച്ചക്ക് നോമ്പ് പിടിക്കലില്ലേ? നോമ്പ് പിടിച്ചിട്ടില്ലടാ. ഓണ്ട് ബിരിയാണിക്ക് ഉച്ചക്ക് വരുന്നല്ല. വെളിപ്പെടുത്തലുമായി ഹോട്ടലുകാരൻ നേരെ ഒന്ന് സ്റ്റോറി ഇടുന്നുണ്ട്. അതും പോയി പുറത്തോടെ. ഇതില് സംഭവം ഞാൻ പറയുന്നേ, ഈ ബ്ലോഗ് എടുക്കുന്ന ആളെ ഇതുവരെ കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾക്ക്. അതിൽ കാണാനും പോവാല, ലേറ്റ് ടൈമോളോ കാണാൻ പോവല്ല. പക്ഷെ കാണിക്കണമെങ്കിൽ ഞാൻ എന്നാണ് ബ്ലോഗില്. പക്ഷെ ഞാൻ നെക്സ്റ്റത്തെ ബ്ലോഗിൽ ഞാൻ എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെ സാധത്താണ്. ഓക്കെ, ബ്ലോഗ് എടുക്കുന്നുള്ളത്. അതേപോലെ ഇന്നത്തെ ബ്ലോഗ് എത്ര മിനിറ്റ് ഉണ്ട് ഞങ്ങൾക്കറിയില്ല. ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ എന്നെ ഫുള്ളായിട്ട് കാണണം ഞാൻ പറയുന്നില്ല. കാരണം കാണണ്ട, ഞങ്ങളെ കുറച്ച് പിരാന്തം കളിയെല്ലാം ഉണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങള് മാക്സിമം, ഇത് തമാശല്ല, സീരിയസ്ലായിട്ടാണ്. അല്ല, ഇത് ഞാൻ ഒരിക്കലും തമാശയായിട്ട് പറയുന്നില്ല. കാരണം സാദത്തിന്റെ ബ്ലോഗ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ആകുന്നുണ്ട്. എന്നെ എപ്പോ അവസാനിപ്പിക്കുന്ന അറിയല്ല. എപ്പോ ഇന്നത്തോടെ ലാസ്റ്റ് അല്ല, ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ സാദത്ത് ഗോപ്രോ മാക്സിന്റെ പുതിയ ബാറ്ററി വരെ മേങ്ങിയിട്ടുണ്ട്. എത്ര ദിർഹം കൊടുത്ത? 3 ബാറ്ററി ഒന്നല്ല, 3 ബാറ്ററിയാ. നല്ല പൈസ കൊടുത്തിട്ട് മേങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങള് സപ്പോർട്ട് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് എൻ്റെ പേജിലേക്കായെങ്കിലും സാദത്തിന്റെ പേജിലേക്ക്. സാദത്തിന്റെ പേജ് പുതിയ പേജല്ല, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യലപ്പാ. അപ്പോൾ ഷംനാന്റെ ഫോളോവേഴ്സ് ഇതിലേക്ക് വരാം, എൻ്റെ ഫോളോവേഴ്സ് ഇതിലേക്ക് വരാം. എല്ലാവരും എന്തായാലും ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്ത് ബെല്ലൈക്കണ് അടിച്ച് പൊട്ടിക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ. എത്ര കോടിന്റെ? 4.5 കോടി. 4.5 കോടിന്റെ കാർ ഉണ്ട്. റോബോ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു. ഡൗൺ ടൗൺ റോപ്പ് കാണില്ല, വെളിയില്ലടാ. എത്ര കോടിന്റെ കാർ? 4.5 കോടി. എന്നാവും ചെല്ലത് സ്പെല്ലിംഗ് ചെല്ലല്ല കോടിന്റെ. ഫ്ലാഷ്
അല്ല ഇല്ല വയ്യ വാ ഓനെ കാണിക്കണം 4.5 കോടിന്റെ 4.5 കോടിന്റെ 4.5 കോടിന്റെ വണ്ടിയിൽ കയറണത് സുഖം നോക്കി എന്ത് സുഖം